നീരാ ഗൈസ് നമ്മുടെ മമ്മി ഫൈനലി ഡൽഹിക്ക് എത്തി. ആള് നമുക്കിന്ന് ഇത് സാമ്പാർ ഉണ്ടാക്കുന്നത്. എനിക്ക് കുക്കറിൽ സാമ്പാർ ഉണ്ടാക്കാൻ അറിഞ്ഞു. അപ്പം മമ്മി ഫുള്ള് പരിപാടി പഠിപ്പിച്ചായിരുന്നു എനിക്ക് കുക്കറിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫുള്ള് 1-1.5 മണിക്കൂർ എടുക്കും സാമ്പാറിനൊക്കെ. എന്താ തന്നെ. അപ്പോൾ ഇഡ്ഡലിയുടെ തട്ടൊക്കെ മമ്മി നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. നമ്മുടെ ഉണ്ടായിരുന്നില്ല ഇഡ്ഡലിയുടെ തട്ട്. ഇന്ന് അടിപൊളി സാമ്പാറും ഇഡ്ഡലിയും നമ്മൾ കഴിക്കാൻ പോകുന്നു. വേറെ എന്തെങ്കിലും ചെയ്യണോ അമ്മ? ആ മാവ് ഒഴിക്കല്ലേ. പിന്നെ മാവ് ഇവിടെ ഉണ്ടാക്കാനുള്ള പരിപാടി നമ്മളുടെ മിക്സ് ഒന്നുമില്ല. അപ്പം മിക്സി മേടിക്കണം. ഇത് മാവും ഇവിടെ ഇപ്പം നമ്മൾ മേടിച്ച ഐ ഡി ഡിസൈൻ ഇഡ്ഡലി ദോശ ബാറ്റർ. ഇത് തണുപ്പുണ്ട്. ഇപ്പം എന്തെങ്കിലും ചെയ്യണം. നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയാണ്. പക്ഷെ തൊണ്ടയ്ക്ക് ഇപ്പോഴും കുറച്ചൊരു ഖറാഷ് ഉണ്ട്. ഖറാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയിൽ ഹിന്ദിയിൽ. ആ ഖറാഷ് കാരണം എനിക്ക് സംസാരിക്കാതെ കണ്ട ഇങ്ങനെ ചുമ, ചെറുതായിട്ടൊരു ചുമയുണ്ട്. അതെനിക്കൊന്ന് 1-2 ദിവസം. അത് ലാസ്റ്റ് സ്റ്റേജിന് എപ്പോഴും ഇത് പനി പിടിച്ചു കഴിഞ്ഞാലും ചുമ എപ്പോഴും ലാസ്റ്റ് സ്റ്റേജിന് നമ്മൾക്ക് കിട്ടാറ്. അപ്പോൾ അത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പുറത്തെന്തായാലും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോഴും മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. 4-5 ദിവസം ഇപ്പോൾ ഭയങ്കരമായിട്ട് മഴ. സഫ്ദർജംഗ് ഹോസ്പിറ്റൽ നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. ആൻഡ് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്താണ് പറയുക, മുട്ടുകാല് വരെ വെള്ളം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യണം. അവളുടെ അരി മേടിക്കാണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് മേടിച്ചു. ഗോതമ്പ് പുറത്തുനിന്ന് പൊടി മേടിക്കണ്ടെന്ന് പറഞ്ഞിരിക്കണം. മൈദയാറിന് പുറത്തെ ഭക്ഷണം അധികം വേണ്ട. അങ്ങനെ ഇത്തിരി എണ്ണ വരട്ടി അടിയിൽ ഇത്തിരി എണ്ണ വരട്ടി. എന്നിട്ട് അത് കണ്ട ഈ ഇഡ്ഡലിയുടെ മുകളിൽ ഈ ഓട് വരണം. ശരി, എന്നാലേ ലാഭം. അങ്ങനെ ഉണ്ടല്ലേ. അല്ലെങ്കിൽ പിന്നെ വേവണ്ടേ. ഞാനതൊന്നും നോക്കിയിരുന്നില്ല. അതാണ് വെറുതെ അത് നമ്മളെ ഇഡ്ഡലി ശരിയാവത്തത്. ഈ ഇഡ്ഡലിയുടെ മുകളിൽ കുറച്ച് നേരം മുമ്പേ വെക്കുകയും വേണം ഫ്രിഡ്ജിൽ. അത്രയും മാവുണ്ടാവും വിചാരിച്ചാ. ഇവന്മാര് 120 രൂപയ്ക്ക് എത്രയും കിട്ടുള്ളൂ കേട്ടോ മാവ്. ഐഡി ദുബായിലൊക്കെ ഇത് ഭയങ്കര സെയിലത് ഇവരുടെ. ഇതിന്റെ ചെറിയ പാക്കറ്റും ഉണ്ട് 60 രൂപയുടെ അങ്ങോട്ട്. ഇതിലിഞ്ഞ് എത്ര ബാക്കി? അതിൽ എനിക്കൊന്ന് 1-2 തട്ടും കൂടി വെക്കാൻ തോന്നുന്നു. മറ്റേന്ന് കുറച്ചും കൂടി വരും. ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല അല്ലേ? വെച്ചോ വെച്ചോ. വേറെ നോക്കാം. നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടൊന്നുമില്ല ഗൈസ്. അപ്പം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ മമ്മിയുടെ ടെക്നോളജി. ഓൾഡ് ടെക്നോളജി. ഇങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് നമ്മള്. അയ്യോ, അങ്ങനെ ഇഡ്ഡലി തയ്യാറായി. ബെസ്റ്റ്. എനിക്ക് ആദ്യം 2 ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ എടുത്തോളാം. നിങ്ങൾ അങ്ങനെ ഒഴിച്ചാൽ മതിയല്ലേ? മതി, ഞാൻ ഒഴിച്ചോട്ടെ. പാത്രം ഏറ്റവും കൂടുതൽ കഴുകാനോടുള്ളൊരു ബുദ്ധിമുട്ട്. മതിയാ? ബെസ്റ്റ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി മമ്മി. ഗൈസ്, നല്ല ചൂടോടെ മമ്മി ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി. ഡൽഹിയിൽ വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാർ. നമ്മൾ ന്യൂസ് കണ്ടോണ്ടിരിക്കട്ടോ. എന്ത് രസമാണ് ഇത്. അവൻ്റെ സ്കൂളിൽ ഉള്ള ഒരു ഫിഷിൻ്റെ പോണ്ട. എനിക്ക് ഇങ്ങനത്തെ പരിപാടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എല്ലാം ഗോൾഡ് ഫിഷും കോയുമാണ് കോയി ഫിഷ് ഉണ്ട്. പക്ഷെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത്. ഈ അവൻ്റെ സ്കൂളിൽ വന്നിരിക്കുന്നത് അവൻ്റെ മഴ കാരണം ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നാണ്. അവൻ്റെ ഇത് ഫുട്ബോളിൻ്റെ അക്കാഡമിയുടെ എല്ലാ 3 ദിവസം അവർക്ക് ഇങ്ങനെ ട്രെയിനിങ് ഉണ്ട്. സ്റ്റാർട്ടിങ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വാമപ്പ് സെഷൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ അവർ കളിക്കാൻ തുടങ്ങും. സ്കൂളിലുള്ള അക്കാഡമി തന്നെയാണ് അവരുടെ, സെൻറ്റ് മേരീസ് സ്കൂളാണ് ഇവർ. അതിലുള്ള സെയിം അക്കാഡമി അവരുടെ. മമ്മി ഉണ്ടാക്കിയ സാമ്പാർ ഇഡ്ഡലി കഴിച്ചു ഗൈസ്, അടിപൊളി. ഇന്ന് നല്ലൊരു രസമുണ്ടായിരുന്നു. ഞാനതിൻ്റെ കുറച്ചൊന്ന് കിടന്നുറങ്ങി. എനിക്ക് വൈകി എപ്പോഴും തൊണ്ടയുണ്ടല്ലോ, ഞാനിപ്പോൾ ആകെ ഒരു ടയർഡ്നെസ്സും വീക്ക്നെസ്സും മാതിരി. പിന്നെ ഞാൻ ചെന്നിട്ട് ഒരു കഫ് സിറപ്പ് അങ്ങോട്ട് മേടിച്ചുകൊണ്ട് നമ്മുടെ ഫാർമസിയിൽ നിന്നിട്ട് ഒരു ഡ്രൈ കഫ് മാതിരിയാണ്. ചെക്കനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 5 മണി മുതൽ 7 മണി വരെയാണ് അവൻ്റെ ഈ 3 ദിവസം ഉണ്ട് ആഴ്ചയിൽ. അപ്പോൾ 7 മണിക്ക് വന്നിട്ട് പിക്ക് ചെയ്യാനും തിരിച്ച്. സാധാരണ അവൻ വരാറുള്ളതാണ്, പക്ഷേ ഞാൻ എന്തായാലും വന്നിട്ട് പിക്ക് ചെയ്യാറുണ്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ. ഇതേക്കണം നമ്മുടെ പല്ലിപ്പോഴും സ്ട്രോങ് അല്ലേ, അടിപൊളി. പിന്നുകള് ഇല്ലല്ലേ പൊട്ടി. ഞാൻ മറ്റേ 4 കഴിഞ്ഞ് പല്ല് നല്ല സ്ട്രോങ് ആകും ഇവിടെ. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പല്ല് എത്രയായിരുന്നു വലിയമ്മയ്ക്ക്? വല്യമ്മയ്ക്ക് 92 വയസ്സിലും കപ്പലട്ടി മനസ്സിലായില്ലേ? 92 വയസ്സിൽ ആളുടെ ഫുള്ള് 32 ഉണ്ടായിരുന്നു. ആ പല്ലാണ് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കുടുംബത്തിൽ. അടിപൊളിയാണ്. വൈകുന്നേരത്തെ കടി വീട്ടിലെ ചക്ക. ഗായ്സ്, ഇന്നലെ യാവിനെ പിക്ക് ചെയ്ത് വന്നിട്ട് ഞാൻ വന്ന് കിടന്നുറങ്ങിയതാ. ഇപ്പോഴാണ് എനിക്കണേ. ഞാൻ ഇന്നലെ സമയത്ത് കഴിയുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 7 മണി അവനെ പിക്ക് ചെയ്ത് വന്നു. പിന്നെ ഞാൻ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വീക്ക്നെസ് ആയി തോന്നി. പിന്നെ ഞാൻ വന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 1:30. അപ്പം ഇന്നലെ കിടന്ന് ഞാൻ ഇന്ന് ഭയങ്കര ബോഡി പെയിനും എന്താണെന്നറിയില്ല, പനിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ബോഡി പെയിനും പിന്നെ വീക്ക്നെസ്സും മാതിരി എനിക്ക് തോന്നിയത്. എന്ത് പണ്ടാതെന്ന് അറിഞ്ഞൂടോ, ഇത് ഒരു ജാതി ഒരു ഇത് ആയി. എൻ്റെ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ എനിക്കാണ്. ഇന്നലെ വൈകുന്നേരം 7 മണി മുതൽ ഉറങ്ങണ ഞാൻ കെടുക്കട്. ഇപ്പോഴാണ് കുറച്ചൊന്ന് ഫീലിംഗ് ബെറ്റർ. മൈ ഹെഡ് ഈസ് ലൈക്ക് എന്തോ സാധനം വെച്ച മാതിരിയാണ് തലയിൽ. ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, ഇവിടെ കാര്യം നടക്കില്ല. വേറെ കണ്ണ് വെച്ചാൽ മതി. പണ്ടാറ എന്തത് ശരിയാവും, പിന്നെ അസുഖം പിടിക്കും, പിന്നെ ശരിയാവും, പിന്നെ അസുഖം പിടിക്കും. അമ്മേ, മമ്മി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഭക്ഷണമൊക്കെ പിന്നെ മമ്മി ഉണ്ടാക്കി യാവിന് കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയനെ. അയ്യോ, ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പോലും ഇല്ല. ഇന്നലെ
7 മണിക്ക് വൈകുന്നേരം കിടന്നിട്ട് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് കിടന്നതാണ് ഞാൻ. പിന്നെ അതിൻ്റെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എനിട്ടിട്ട് ഒരു ടാബ്ലറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊരു കിച്ചടി കഴിച്ചു, പിന്നെ കിടന്നുറങ്ങി തിരിച്ച്. ഇനിയും ഉറങ്ങിയാൽ പറ്റില്ല, ഇനി കിടന്നാൽ പറ്റില്ല. കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ലെത്താർജിക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടന്നുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് ബെറ്റർ ഐ ഗോ ഔട്ട്, ഗെറ്റ് സം മിൽക്ക്. എൻ്റെ എല്ലാ ജോയിൻസും ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കരമായിട്ട് പെയിനാണ്. എൻ്റെ ബോഡി തന്നെ ഫുള്ള് പെയിൻ. ഇപ്പം കുറച്ച് കുറവുണ്ട്, ഒന്ന് നടന്നിട്ട് വരാൻ മതി. ഇന്ന് യാവിന് മാഗി മതി എന്ന് പറഞ്ഞു, അപ്പം അതുണ്ടാക്കി കൊടുക്കാം. നമ്മളെ വീട്ടിലെ പണിയാലും ശരി, ഇത് കഴിയില്ല കേട്ടോ ഒരിക്കലും. ഇതും പണി തന്നെ. പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഫുള്ള് ചെളി, ഫുള്ളും മഴ പെയ്തുകൊണ്ടിരിക്കുക. ചാറുണ്ട് കുറച്ചായിട്ട്. ഇത് നിൽക്കണ സംഭവമില്ലല്ലോ ഇപ്പം. നല്ല മഴക്കാർ നിൽക്കുന്നു. അങ്ങനെ പാല് മേടിച്ചു. ഇനി ബാക്കി പരിപാടി. മഴക്കാറ് കണ്ട മുകളിൽ ഇപ്പോഴും മഴ പെയ്യുന്ന ചാൻസ് ഉണ്ട് കേട്ടോ ഇന്ന് രാത്രി. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പച്ചക്കറി മേടിച്ചു. കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മമ്മിക്ക് കൊടുക്കണം. കുറച്ചും കൂടി ബീട്രൂട്ട് നമ്മൾ കിടക്കണതിന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കുക, അത് ബെസ്റ്റ്.